Hi all, myself Vaisakh KJ, a research scholar from Department of Mathematics, Cochin University of Science and Technology. I am here to give you some lectures on topology and related topics. And today I wish to start my first lecture, which establishes the connection between geometry and topology. So today we will discuss what is geometry and what is the relation between topology. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ലെക്ചറിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത്. So we can start with the literal meaning of topology. Topology എന്ന് പറയുന്ന വേർഡ് derived from two Greek words. Topo എന്ന് പറയുന്ന ഒരു വേർഡും logos എന്ന് പറയുന്ന മറ്റൊരു വേർഡും കൂടി ചേർന്നിട്ടാണ് നമുക്ക് ടോപ്പോളജി എന്ന് പറയുന്ന വേർഡ് കിട്ടിയിട്ടുള്ളത്. ടോപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് സർഫസ്. സർഫസ് എന്നുള്ള മീനിങ് ആണ് ടോപ്പോ എന്ന് പറഞ്ഞ വേർഡ് നമുക്ക് തരുന്നത്. അതേപോലെ ലോഗോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റഡി അല്ലെങ്കിൽ ഡിസ്കോഴ്സ് എന്നുള്ളതാണ്. സോ ടുഗെദർ ടോപ്പോളജി എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് സ്റ്റഡി ഓഫ് സർഫസസ് ആണ്. ഓക്കെ, ഇത് അതിന്റെ ലിറ്ററൽ മീനിങ് മാത്രമാണ്. പക്ഷേ ഇത് മാത്തമാറ്റിക്കലി നമുക്ക് പ്രിസൈസ് ആയിട്ട് ഒന്നും തരുന്നില്ല. ലിറ്ററൽ മീനിങ് കൊണ്ട് നമുക്ക് ഒരു മാത്തമാറ്റിക്കൽ മീനിങ് ഇതാണ് എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. പക്ഷേ നമുക്ക് എന്ത് ചിന്തിക്കാം, ഈ പറഞ്ഞിരിക്കുന്ന ടോപ്പോളജി ജോമെട്രിയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാൻ പറ്റും. സോ ടോപ്പോളജിയെ കുറിച്ച് പഠിക്കാനുള്ള ഏറ്റവും അനുയോജ്യമായിട്ടുള്ള വഴി എന്ന് പറയുന്നത് എന്താണ്? എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വളരെ ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള ജോമെട്രി എന്ന് പറയുന്ന സബ്ജക്റ്റുമായിട്ട് കമ്പയർ ചെയ്യുക എന്നുള്ളതാണ്. സോ വി ക്യാൻ സ്റ്റാർട്ട് വിത്ത് വാട്ട് ഈസ് ജോമെട്രി. ഇപ്പൊ ജോമെട്രിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക ലൈൻസിനെ കുറിച്ചും പ്ലെയിൻസിനെ കുറിച്ചും സർക്കിൾസിനെ കുറിച്ചും അതേപോലെ ക്യൂബ്, സ്ഫിയർ, ഇങ്ങനെ പല കാര്യങ്ങളെ കുറിച്ചായിരിക്കും നിങ്ങൾ ഡീൽ ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, പക്ഷേ ഇതൊക്കെയാണ് ജോമെട്രി എന്ന് പറഞ്ഞ മാത്തമാറ്റിക്കൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. സോ വി നീഡ് എ പ്രിസൈസ് ഡെഫിനിഷൻ ഓഫ് ജോമെട്രി. സോ ഐ എം ഡിഫൈനിങ് ജോമെട്രി ആസ് ദ സ്റ്റഡി ഓഫ് ജോമെട്രിക് പ്രോപ്പർട്ടീസ് ഓഫ് ആൻ ഒബ്ജെക്ട്സ്. ഇവിടെ ഞാൻ രണ്ട് വാക്കുകൾ ഉപയോഗിച്ചു. ഒന്ന് ജോമെട്രിക് പ്രോപ്പർട്ടീസ്, രണ്ട് ഒബ്ജെക്ട്. സോ ഐ നീഡ് ടു make it precise what is an object, or in particular what is a geometric object and what is the geometric properties. ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞാലാണ് നമുക്ക് എങ്ങോട്ട് പോകാൻ പറ്റുക, ടോപ്പോളജിയും ജോമെട്രിയും തമ്മിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ അത് തമ്മിലുള്ള ബന്ധം നമുക്ക് എസ്റ്റാബ്ലിഷ് ആയിട്ട് പറ്റും. സോ നിങ്ങൾ കണ്ട ലൈൻസും പ്ലെയിൻസും സർക്കിൾസും സ്ക്വയേഴ്സ് ഒക്കെ നമുക്ക് എന്തായിട്ട് കാണാം? നമ്മുടെ യുക്ലീഡിയൻ സ്പേസിന്റെ ആർഎന്നുകളുടെ സബ്സെറ്റുകളായിട്ട് എനിക്ക് വേണമെങ്കിൽ കാണാൻ പറ്റും. ഓക്കെ, ഉദാഹരണത്തിന് സർക്കിൾ എടുക്കുക. സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ ലോക്കസ് ഓഫ് ഓൾ പോയിന്റ്സ് വിച്ച് ഈസ് ഇക്വിഡിസ്റ്റന്റ് ഫ്രം ദി സെന്റർ. ഓക്കെ, ഈ പോയിന്റുകളുടെ കളക്ഷൻ ആണ് എന്ത്? നമ്മുടെ സർക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഓരോ പോയിന്റുകളെയും എനിക്ക് എന്തായിട്ട് കാണാം? R2 ഒരു പോയിന്റ് ആയിട്ട് കാണാം. ഓക്കെ, സം പോയിന്റ് ഓഫ് ദ ഫോം x, y, where x, y belongs to R. ഈ ഒരു ടൈപ്പിൽ എനിക്ക് കാണാനായിട്ട് പറ്റും. ദാറ്റ് ഈസ് ഇറ്റ് ക്യാൻ ബി ട്രീറ്റഡ് ആസ് എ സബ്സെറ്റ് ഓഫ് R. ഇങ്ങനെ എനിക്ക് കാണാൻ പറ്റും. അതേപോലെ ലൈനും അതേപോലെ തന്നെ. ലൈൻ എനിക്ക് എങ്ങനെ കാണാം? ഇറ്റ് ഈസ് ദ സെറ്റ് ഓഫ് ഓൾ പോയിന്റ്സ് x, 0 in R2 such that x belongs to R. ഈ പോയിന്റുകളുടെ കളക്ഷൻ ആയിട്ട് കാണാൻ പറ്റും. സോ ദിസ് ഈസ് അഗെയിൻ എ സബ്സെറ്റ് ഓഫ് R2. അതേസമയം സ്ഫിയർ എടുത്തു കഴിഞ്ഞാലോ, സ്ഫിയർ എടുത്തു കഴിഞ്ഞാൽ വി ക്യാൻ ട്രീറ്റ് ഇറ്റ് ആസ് എ സബ്സെറ്റ് ഓഫ് R3. ഓക്കെ, ഓർഡേർഡ് ട്രിപ്പിൾസിന്റെ സബ്സെറ്റുകളായിട്ട് എനിക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. സോ ഫ്രം ദീസ് ഒബ്സർവേഷൻസ് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ജോമെട്രിക് ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റുകളാണ്. ആ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി അടുത്ത ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, ഇവ വെറും സെറ്റുകൾ മാത്രമാണോ എന്നുള്ളതാണ്. ഓക്കെ, സെറ്റുകൾ മാത്രമാണോ ഈ സാധനം എന്നുള്ളതാണ്. അപ്പൊ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സപ്പോസ് എ എന്ന് പറയുന്ന ഒരാള്, ദിസ് ഈസ് ദ മാൻ എ, അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു 1 സെന്റിമീറ്റർ ഉള്ള ഒരു ത്രെഡ് ഉണ്ട്. ഓക്കെ, ആൻഡ് ആഫ്റ്റർ സം ടൈം ആ ത്രെഡിന്റെ ഷേപ്പ് ചെറുതായിട്ട് ഇങ്ങനെയായിട്ട് മാറും. ഓക്കെ, ഇവിടെ 1 സെന്റിമീറ്റർ ത്രെഡ് ആണ് ആൻഡ് ദ സെയിം 1 സെന്റിമീറ്റർ ത്രെഡ് ഈസ് ഓഫ് ദിസ്. ഇവിടെ കുറച്ച് സ്ട്രെയിറ്റ് ആയിട്ടും ഇവിടെ സം ബെൻഡഡ് ഫോം ആയിട്ടും ഉണ്ട്. പക്ഷെ ഇദ്ദേഹത്തിനോട് നമ്മൾ കയ്യിൽ എന്താണ് ചോദിച്ചാൽ പറയുന്നത് എന്താ? ഐ ഹാവ് എ ത്രെഡ്. ഓക്കെ, ഇവിടെയുള്ളതും ഒന്നാണ് എന്നാണ് അദ്ദേഹം പറയാൻ പോകുന്ന ഉത്തരം. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും?
If I take a point here, I can find a point in this object. ഇതിനെ ഞാൻ സം എക്സ് എന്ന് വിളിക്കുന്നു, ഇതിനെ ഞാൻ സം വൈ എന്ന് വിളിക്കുന്നു. അപ്പം ഇവിടെയുള്ള ഒരു പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഐ ക്യാൻ ഫൈൻഡ് എ പോയിന്റ് ഹിയർ. ആൻഡ് കോൺവേഴ്സ്ലി ഇവിടെയുള്ള ഒരു പോയിന്റ് കറസ്പോണ്ടിങ് ആയിട്ട് എനിക്ക് ഇവിടെയും ഒരു പോയിന്റ് കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് ഈസ് I can establish a one-to-one correspondence between these two objects. എക്സും വൈയും തമ്മിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു one-to-one correspondence എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഇവിടുത്തെ പോയിന്റുകളെല്ലാം എവിടെയുണ്ട്? ഇവിടെയുണ്ട്. അതേപോലെ ഇവിടുത്തെ പോയിന്റുകളെല്ലാം എവിടെയുണ്ട്? ഇവിടെയുണ്ട്. സോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ഈ രണ്ട് ഒബ്ജക്റ്റുകൾ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, മാത്തമാറ്റിക്കലി എനിക്ക് ഇതിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റുന്നില്ല. സോ ഒരു ജോമെട്രിസ്റ്റിനെ സംബന്ധിച്ച് ഇതെന്താ വളരെ ഡിസ്റ്റർബിങ് ആയിട്ടൊരു കാര്യമാണ്. സോ ഇതിനെനിക്ക് എങ്ങനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അതിനായിട്ട് എനിക്ക് എന്ത് വേണം? ഈ പറഞ്ഞ കാര്യങ്ങളല്ലാതെ ഐ നീഡ് സം അഡീഷണൽ സ്ട്രക്ചർ. ഓക്കെ, എനിക്ക് ഏതോ ഒരു അഡീഷണൽ സ്ട്രക്ചർ എനിക്ക് വേണം. അപ്പൊ ഞാൻ അതെന്താണ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നില്ല. പക്ഷെ എന്തോ ഒരു അഡീഷണൽ സ്ട്രക്ചർ എനിക്ക് അവിടെ ആവശ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ രണ്ട് ഒബ്ജക്റ്റുകൾ എനിക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ പണ്ട് പഠിച്ച രീതിയിലാണെങ്കിൽ ജോമെട്രി, യൂക്ലിഡിയൻ ജോമെട്രി, ഇതെന്താണ്? ദിസ് ഇസ് എ സ്ട്രേറ്റ് ലൈൻ, റൈറ്റ്? ഒരു സ്ട്രേറ്റ് ലൈൻ സെഗ്മെന്റ് ആണ്. പക്ഷെ അതേസമയം ഇതെന്താണ്? ഒരു കർവാണ്. ഒരു കർവിന്റെ ഒരു ചെറിയ ഭാഗമായിട്ടാണ് ഇത് കാണാൻ പറ്റുക. സോ ജോമെട്രിക്കലി ദേ ആർ നോട്ട് സെയിം എന്നാണ് നിങ്ങൾ പണ്ട് കണ്ടിട്ടുണ്ടാവും. സോ ഇതിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വി നീഡ് സം അഡീഷണൽ സ്ട്രക്ചർ. ഓക്കെ, so from this observation, we can define a geometric object. Geometric object, or simply an object, is a subset of the Euclidean plane Euclidean space Rn with some additional structure. Okay, so we define like this. അപ്പോൾ ഇതാണ് എൻ്റെ ഒബ്ജക്റ്റുകൾ എന്ന് പറയുന്നത്. ഇനി we can talk about the properties of these objects. ഓക്കെ, കുറച്ച് കാര്യങ്ങൾ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഒബ്വിയസ്ലി എന്ത് ചെയ്യും? ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സുകൾ നമ്മൾ അന്വേഷിക്കാനായിട്ട് ശ്രമിക്കും. ഇപ്പൊ നിങ്ങളൊരു ലൈൻ എടുത്തു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒന്ന് ചോദിക്കാം, വാട്ട് ഈസ് ദ ലെങ്ത്? ഇതിന്റെ ലെങ്ത് എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. ഇനി ഇഫ് യു ഹാവ് എ സർക്കിൾ, ഓക്കെ, സർക്കിൾ ആണെങ്കിലോ വി ക്യാൻ ടോക്ക് അബൌട്ട് ദ ഏരിയ, അല്ലേ? ഏരിയനെ കുറിച്ച് പറയാം. വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ? ഓക്കെ, റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ ലെങ്ത് തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ സർക്കംഫറൻസ്, ഇത്രയും കാര്യങ്ങൾക്ക് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇഫ് യു ടേക്ക് എ സ്ക്വയർ ഓർ എ ക്യൂബ്, അല്ലെ, ഒരു ക്യൂബ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത്തരം കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ പറ്റും. ഇതായിരിക്കാം നിങ്ങൾ ജോമെട്രിക് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ആൻഡ് ഇതേയും നമുക്ക് അല്പം കൂടെ പ്രിസൈസ് ആക്കിയിട്ട് ഡിഫൈൻ ചെയ്യാം. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? അപ്പൊ അതിനായിട്ടാണ് നിങ്ങളുടെ ഹൈസ്കൂൾ കാലഘട്ടത്തിൽ പഠിച്ചിട്ടുള്ള കോൺഗ്രുവന്റ് ട്രയാങ്കിൾസിന്റെ ഐഡിയ നമുക്ക് ആവശ്യം. സപ്പോസ് എ ബി സി എന്ന് പറയുന്നത് ഒരു ട്രയാങ്കിൾ ആണ്. പി ക്യു ആർ എന്ന് പറയുന്നത് മറ്റൊരു ട്രയാങ്കിൾ ആണ്. ആൻഡ് ദീസ് ടു ട്രയാങ്കിൾസ് ആർ സെറ്റ് ടു ബി കോൺഗ്രുവന്റ് എന്ന് പറയുകയാണെങ്കിൽ എന്താ കണ്ടീഷൻ? ദേ ആർ സെയിം ഇൻ സൈസ് ആൻഡ് ഷേപ്പ്. ഒരേ ഷേപ്പും ആയിരിക്കണം, ഒരേ സൈസും ആയിരിക്കണം, ഒരേ ഷേപ്പും ആയിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ ഈ രണ്ട് ട്രയാങ്കിൾസിനെ കോൺഗ്രുവന്റ് എന്ന് പറയുക. അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിന്, ഒരു ട്രയാങ്കിളിലെ മറ്റേ ട്രയാങ്കിളിന് മുകളിൽ കൃത്യമായിട്ട് എനിക്ക് പ്ലേസ് ചെയ്യാനായിട്ട് പറ്റണം. സോ at that time we say that these two triangles are congruent.
ഇനി ഇത് ട്രയാങ്കിൾസിൽ മാത്രം ഒതുങ്ങേണ്ട ഒന്നല്ല. ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആർബിട്രറി ഒബ്ജക്റ്റുകളിലേക്ക് എനിക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. സപ്പോസ് ഒരു ലൈൻ എടുക്കുക. ഓക്കെ, അപ്പം ഈ ലൈൻ ഇതൊരു 1 സെന്റിമീറ്റർ ലൈൻ ആണ്. ദിസ് ഈസ് അനദർ 1 സെന്റിമീറ്റർ ലൈൻ. ഓക്കെ, ഈ രണ്ട് ലൈനുകളും കോൺഗ്രുവന്റ് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഈ ലൈനിനെ എനിക്ക് ഈ ലൈനിന്റെ മുകളിൽ കൃത്യമായിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റണം. കൃത്യമായിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും ഒന്നാണെന്ന് എനിക്ക് തോന്നുന്ന രീതിയിൽ പ്ലേസ് ചെയ്യാൻ പറ്റണം. അങ്ങനെയാണെങ്കിലാണ് ഈ രണ്ട് ലൈനുകളും കോൺഗ്രുവന്റ് ആണ് എന്ന് എനിക്ക് പറയാൻ പറ്റും. ഇനി ലൈൻ മാറ്റിയിട്ട് എനിക്ക് എന്തെടുക്കാം? മേ ബി വി ക്യാൻ ടോക്ക് അബൌട്ട് സർക്കിൾസ്. രണ്ട് സർക്കിളുകൾ കോൺഗ്രുവന്റ് ആണ് എന്നുള്ളത് പോലെ എനിക്ക് പറയാൻ പറ്റും. പക്ഷെ ഇവിടെ മറ്റൊരു കാര്യം കൂടെ സംഭവിക്കുന്നുണ്ട്. ഈ രണ്ട് ട്രയാങ്കിൾസ് അല്ലെങ്കിൽ രണ്ട് ലൈൻസ് അല്ലെങ്കിൽ ഈ രണ്ട് സർക്കിൾസ് ഒന്നാണ് എന്ന് പറയുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താ? വി ക്യാൻ ഐഡന്റിഫൈ ദ പോയിന്റ്സ് ഓഫ് ദീസ് ടു ഒബ്ജക്ട്സ് ഈച്ച് അതർ. അല്ലെ, ഇവിടുത്തെ ഒരു പോയിന്റ് കറസ്പോണ്ടിങ് ആയിട്ട് ഐ ക്യാൻ ഫൈൻഡ് എ പോയിന്റ് ഹിയർ. ആക്ച്വലി നടക്കുന്നത് എന്താ? രണ്ട് ഒബ്ജക്റ്റുകൾ തമ്മിലുള്ള മാപ്പിംഗ് ആണ്. ഒബ്ജക്റ്റുകൾ നമ്മൾ സെറ്റുകളായിട്ട് ഓൾറെഡി കണ്ടു. സോ വി ക്യാൻ ഡിഫൈൻ മാപ്പിംഗ് ബിറ്റ്വീൻ ദീസ് ടു സെറ്റ്സ്. ഓക്കെ, സോ ഇതാണ് എക്സ് എന്ന് പറയുന്ന സെറ്റ് എന്ന് വിചാരിക്കുക, ഇതാണ് വൈ എന്ന് പറയുന്ന മറ്റൊരു സെറ്റ്. സോ വി ക്യാൻ ഡിഫൈൻ എ ഫംഗ്ഷൻ റൈറ്റ് ഫ്രം എക്സ് ടു വൈ. ആ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി എ ബൈജക്ഷൻ. ബൈജക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? 1 1 ആയിരിക്കണം, 2 ആയിരിക്കണം. അപ്പം എന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു പോയിന്റ് കറസ്പോണ്ടിങ് ആയിട്ട് ഐ ക്യാൻ ഫൈൻഡ് എ പോയിന്റ് ഹിയർ ആൻഡ് വൈസ് വേഴ്സ. ഇറ്റ്സ് എ ബൈജക്ഷൻ. ആൻഡ് മോർ ഓവർ ഇവിടെയുള്ള ഏത് രണ്ട് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും വി ക്യാൻ മെഷർ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു പോയിന്റ്സ്. അല്ലെ, ഇപ്പം ഇവിടെ ഒരു എക്സ് എന്ന് പറയുന്ന പോയിന്റ്, ഇവിടെ വൈ എന്ന് പറയുന്ന മറ്റൊരു പോയിന്റ് ഉണ്ടെങ്കിൽ ഐ ക്യാൻ മെഷർ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ. അപ്പൊ അതിനെ ഞാൻ സം ഡി ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞിട്ട് ഡിഫൈൻ ചെയ്യാം. ആൻഡ് ഈ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഐ ക്യാൻ ഫൈൻഡ് എ പോയിന്റ് എഫ് ഓഫ് എക്സ് ഹിയർ and I can find another point f of y here. And also I can measure the distance between this f of x and f of x. Okay, ഇനി ഇത് രണ്ടും ഒന്നാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കണം? ഈ ഡിസ്റ്റൻസും എന്ന് വെച്ചാൽ എക്സും വൈ തമ്മിലുള്ള ഡിസ്റ്റൻസും എഫ് ഓഫ് എക്സും എഫ് ഓഫ് വൈ തമ്മിലുള്ള ഡിസ്റ്റൻസും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഓക്കെ, സോ വി ക്യാൻ ടോക്ക് അബൌട്ട് make this condition the distance between x and y and distance between f of x and f of y, this should be same. അങ്ങനെയുള്ള മാപ്പുകളെയാണ് നമ്മൾ ഐസോമെട്രി അല്ലെങ്കിൽ കോൺഗ്രുവൻസ് എന്ന് പറഞ്ഞ് വിളിക്കും. This is isometry or congruence. Okay, ഇനി there are some properties which are invariant under congruence. Okay, ഇപ്പൊ രണ്ട് ഒബ്ജക്റ്റുകൾ എടുക്കുന്നു. Okay, the same triangles തന്നെ എടുക്കാം. Triangles ABC and triangles PQR. Okay, ഇപ്പൊ ഈ രണ്ട് ട്രയാങ്കിൾസ് തന്നെ നമുക്ക് ചൂസ് ചെയ്യാം. ഇവ തമ്മിലുള്ള ഫംഗ്ഷൻ ആണെന്ത്? എഫ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഇസ് എ ബൈജക്ഷൻ ആൻഡ് ഇറ്റ് ഈസ് എ ഡിസ്റ്റൻസ് പ്രിസർവിംഗ് മാപ്പ്. ഇനി നമുക്ക് ഈ സർക്കിൾസിന്റെ ഏരിയ ഒന്ന് മെഷർ ചെയ്ത് നോക്കാം. ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ട്രയാങ്കിളിന്റെ ഹാഫ് ഇൻറ്റു ബി എച്ച് ആണ്, ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. സോ ഇതാണ് എന്ത്? എന്റെ ബി എന്ന് പറയുന്നത്, ഇതാണ് എന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. സോ ഒബ്വിയസ്ലി ഇത് രണ്ടും കോൺഗ്രുവന്റ് ആയതുകൊണ്ട്, ഓക്കെ, ഈ രണ്ട് ഒബ്ജക്റ്റ് എന്താ? കോൺഗ്രുവന്റ് ആണ്. ഈ രണ്ട് ഒബ്ജക്റ്റുകൾ കോൺഗ്രുവന്റ് ആയതുകൊണ്ട് ബി സി എന്ന് പറയുന്ന സൈഡിന് കറസ്പോണ്ടിങ് ആയിട്ട് എനിക്ക് ഇവിടെ ഏതെങ്കിലും ഒരു സൈഡ് ഉണ്ടാവും. സപ്പോസ് അത് ക്യു ആർ ആണ് എന്ന് വിചാരിക്കുക. ഓക്കെ, സോ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു എൻ പോയിന്റ്സ് മസ്റ്റ് ബി ഈക്വൽ ടു ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു എൻ പോയിന്റ്സ്. ഓക്കെ, അപ്പം ഇവിടുത്തെ ബേസിന്റെ ലെങ്ത്തും ഇവിടുത്തെ ബേസിന്റെ ലെങ്ത്തും എന്തായിരിക്കും? ഇറ്റ്സ് ഓൾസോ സെയിം. അതേപോലെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹൈറ്റിന്റെ കാര്യത്തിൽ ഇവിടെ എനിക്ക് പറയാനായിട്ട് പറ്റും. സോ ഇവിടുത്തെ ഏരിയ എന്ന് പറയുന്നതും ഇവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഹാഫ് ഇൻറ്റു ബി എച്ച്. രണ്ട് ഏരിയ എന്താണ്? സെയിം ആണ്. ഓക്കെ, സോ ഇറ്റ് ഈസ് എ പ്രോപ്പർട്ടി വിച്ച് ഈസ് ഇൻവേരിയന്റ് അണ്ടർ കോൺഗ്രുവൻസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് അതുപോലെ വൈ എന്ന് പറയുന്ന മറ്റൊരു ഒബ്ജക്റ്റ്, ഈ രണ്ട് ഒബ്ജക്റ്റുകളും കോൺഗ്രുവന്റ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ക്യാൻ ഫൈൻഡ് എ ബൈജക്ഷൻ
which is distance preserving between x and y. അങ്ങനെ ഒന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എയുടെ ഏരിയ എന്താണോ അതേ ഏരിയ തന്നെയാണ് അതുമായിട്ട് കോൺഗ്രുവന്റ് ആയിട്ടുള്ള മറ്റൊരു ഒബ്ജക്റ്റ് എനിക്ക് കിട്ടിയത്. റൈറ്റ്. സോ ദിസ് പ്രോപ്പർട്ടി ഈസ് കോൾഡ് ദ ഇൻവേരിയൻസ് ഓഫ് എ പ്രോപ്പർട്ടി അണ്ടർ ദ മാപ്പിംഗ് കോൺഗ്രുവൻസ്. റൈറ്റ്. അപ്പം ഏരിയ എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഇനി അതേപോലെ നമുക്ക് ഈ സൈഡ്സിന്റെ ലെങ്ത് മെഷർ ചെയ്യാം അല്ലെ. ഇപ്പൊ ബി സി, എ സി, എ ബി, ഈ സൈഡ്സിന്റെ ടോട്ടൽ ലെങ്ത് എനിക്ക് മെഷർ ചെയ്യാം. ആ ലെങ്ത് തന്നെ ആയിരിക്കും ഈ പി ക്യു ആർ എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിലെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് പി ക്യു പ്ലസ് ക്യു ആർ പ്ലസ് പി ആർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ബി സി പ്ലസ് എ സി പ്ലസ് എ ബി. ഇത് തന്നെയായിരിക്കും. സോ ലെങ്ത് ഓഫ് ദ സൈഡ്സ് എന്ന് പറയുന്നതും ഏരിയ എന്ന് പറയുന്നത് എന്താ, ദേ ആർ ഇൻവേരിയന്റ് അണ്ടർ ദിസ് മാപ്പ് കോൺഗ്രുവൻസ്. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള പ്രോപ്പർട്ടീസിനാണ് ജോമെട്രിക് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ. സോ സപ്പോസ് if x and y are two objects, and f is a function from x to y, and this is an isometry or a congruence. Okay, എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, എക്സും വൈയും കോൺഗ്രുവന്റ് ആയിട്ടുള്ള രണ്ട് ഒബ്ജക്റ്റുകളാണ്. then the properties like area, length of the sides, volume, etc. Such things are same for both these objects. രണ്ടിനും എന്തായിരിക്കും, ഇത് സെയിം ആയിരിക്കും. സെയിം ഫോർ both x and y. അപ്പൊ അങ്ങനെയുള്ള പ്രോപ്പർട്ടികളാണ് നമ്മൾ ജോമെട്രിക് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞ് വിളിക്കുക. ദാറ്റ് ഈസ് ഇൻ പർട്ടിക്കുലർ ഐ എം ഡിഫൈനിങ് geometric property is the property which is invariant under congruence. Invariant under congruence. ഓക്കെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എ എന്ന് പറയുന്ന ഒബ്ജക്റ്റിന് ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എയുമായിട്ട് കോൺഗ്രുവന്റ് ആയിട്ടുള്ള മറ്റെല്ലാ ഒബ്ജക്റ്റുകൾക്കും ഇതേ പ്രോപ്പർട്ടി ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് പ്രോപ്പർട്ടി ഈസ് എ ജിയോമെട്രിക് പ്രോപ്പർട്ടി. ഇനി അങ്ങനെയാണെങ്കിൽ ജിയോമെട്രി എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ജിയോമെട്രിക് പ്രോപ്പർട്ടീസ് ഓഫ് ആൻ ഒബ്ജക്ട്. നൗ ദിസ് മേക്സ് സെൻസ്, റൈറ്റ്. ഇനി ഇതേ സമയത്ത് ഞാൻ ഈ ട്രയാങ്കിൾ ഒരു ലൈൻ എടുക്കും. കൺസിഡർ ദിസ് ലൈൻ. ഓക്കെ. ഇപ്പൊ ഇങ്ങനെ ഒരു ലൈൻ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഇതിന് എന്ത് ചെയ്യാൻ പറ്റും? സപ്പോസ് ഇതൊരു റബ്ബർ ഷീറ്റാന്ന് വിചാരിക്കുക, ഒരു റബ്ബർ ഷീറ്റിന്റെ പീസാന്ന് വിചാരിക്കുക. സോ ഇങ്ങനെ ഒരു ലൈൻ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഇതിനെ സ്ട്രെച്ച് ചെയ്യാൻ പറ്റും, അതേപോലെ ഷ്രിങ്ക് ചെയ്യാൻ പറ്റും, ബെൻഡ് ചെയ്യാൻ പറ്റും. കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാം. ദാറ്റ് ഈസ് നാമത്തെ എന്താ, ഈ രീതിയിൽ മാറ്റാം. ടൈപ്പ് ഓഫ് ബെൻഡിങ്. അതേപോലെ ലെങ്ത് എനിക്ക് കൂട്ടാം. ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ലെങ്ത് കൂട്ടാൻ പറ്റും. അതുപോലെ എന്താ, ലെങ്ത് എനിക്ക് വേണമെങ്കിൽ കുറയ്ക്കാൻ പറ്റും. ഒന്ന് ഷ്രിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ലെങ്ത് എനിക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. അപ്പൊ നമ്മളിവിടെ ചെയ്ത് എന്താ വെച്ചാൽ, ഒരു പാരന്റ് ലൈൻ എന്റെ കയ്യിലുണ്ട്, തുടക്കത്തിൽ ഒരു ലൈൻ എന്റെ തന്നിട്ടുണ്ട്. ആ ലൈനിനെ ഒരു ബെൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ സ്ട്രെച്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ ഷ്രിങ്ക് ചെയ്യുന്നു. ഇത്തരം പ്രോപ്പർട്ടീസ്, ഇത്തരം കാര്യങ്ങൾ ചെയ്ത് തുടക്കത്തിലുള്ള ഒരു ഒബ്ജക്റ്റിനെ മറ്റൊരു ഒബ്ജക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഡിഫോം ചെയ്യാണ്. ഓക്കെ. അപ്പൊ അങ്ങനെ ഡിഫോം ചെയ്യുന്ന സമയത്തും ഈ പറഞ്ഞിരിക്കുന്ന ലെങ്ത്, ഏരിയ, ഈ പ്രോപ്പർട്ടികൾ ഇൻവേരിയന്റ് ആണോ അല്ലയോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഓക്കെ. അത് വളരെ എവിഡന്റ് ആണ്. ഇപ്പൊ ലൈൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ആ ലൈനിനെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ലെങ്ത് എന്തായി, ചേഞ്ച് ആയി. ഷ്രിങ്ക് ചെയ്ത് കഴിഞ്ഞാലോ ലെങ്ത് എന്തായി, കുറഞ്ഞു. ഓക്കെ.
So length is not invariant under this deformation. ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്. കണ്ടിന്യൂസ്ലി നമ്മൾ എന്ത് ചെയ്യാണ്, ലൈനിനെ ഡിഫോം ചെയ്തിട്ട് ഈ ബെൻ ഷേപ്പിലുള്ള ഒബ്ജക്റ്റ് ആക്കി മാറ്റുന്നു, അല്ലെങ്കിൽ സ്ട്രെച്ച് ചെയ്ത് മറ്റൊരു വലിയ ലൈനായിട്ട് മാറ്റുന്നു. ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ് അവിടെ നടക്കുന്നത്. സോ ദിസ് ഈസ് എ കണ്ടിന്യൂസ് ഡിഫോമേഷൻ. ഒരു ഒബ്ജക്റ്റിൽ നിന്ന് മറ്റൊരു ഒബ്ജക്റ്റിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഡിഫോം ചെയ്ത് കൊണ്ടുപോകുന്നു. ഓക്കെ, ആ പ്രോസസ്സിനെയാണ് നമ്മൾ ഇങ്ങനെ വിളിക്കുക. അപ്പൊ അങ്ങനെ വിളിക്കുന്ന സമയത്ത് ലെങ്ത് എന്താ, അത് ഇൻവേരിയന്റ് അല്ലാത്ത ഒരു പ്രോപ്പർട്ടിയാണ്. അത് ഇൻവേരിയന്റ് ആകണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, അതേപോലെ ഷ്രിങ്ക് ചെയ്ത് കഴിഞ്ഞാലോ സെയിം ഇതേ പ്രോപ്പർട്ടിയാണ് അവിടെ നടക്കും. ബെൻഡ് ചെയ്ത് കഴിഞ്ഞാലോ ഇക്കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഇനി ലൈന് പകരം കൺസിഡർ എ സർക്കിൾ, അല്ലെ? ഇതൊരു സർക്കിൾ ആണെന്ന് വിചാരിക്കുക. സർക്കിൾ എടുത്തു കഴിഞ്ഞാലോ സർക്കിളിനെ നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേണമെങ്കിൽ ഐ ക്യാൻ മേക്ക് ഇറ്റ് ടു എ റെക്ടാങ്കിൾ. ഓക്കെ, ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അതിനെ റെക്ടാങ്കിൾ ആയിട്ട് എനിക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, സോ ദർ ഇസ് എ കണ്ടിന്യൂസ് ഡിഫോമേഷൻ. സർക്കിളിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഡിഫോം ചെയ്ത് നമ്മൾ എങ്ങോട്ട് എത്തുകയാണ്, സ്ക്വയറിലേക്ക് എത്തുകയാണ്. പക്ഷേ അവിടെ വരുന്ന സമയത്ത് നമ്മൾ തൊട്ടു മുന്നേ പറഞ്ഞ ജോമെട്രിക് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞ് നമ്മൾ ഡിഫൈൻ ചെയ്ത കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ദേ ആർ നോട്ട് ഇൻവേരിയന്റ്. ഓക്കെ, ഇതിന്റെ സർക്കംഫറൻസ് എന്ന് പറയുന്നതും ഈ റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നതും എന്തല്ല, സെയിം അല്ല. അതുപോലെ ഏരിയ എന്തായിരിക്കാം, സെയിം അല്ലാതെ വരാം. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഗ്യാരണ്ടി ചെയ്യാൻ പറ്റില്ല. സോ ദേ ആർ നോട്ട് ഇൻവേരിയന്റ് അണ്ടർ ദിസ് കണ്ടിന്യൂസ് ഡിഫോമേഷൻ. അപ്പോഴാണ് നമ്മൾ എന്താ ആലോചിക്കുന്നത്, does there exist any properties which are invariant under these deformations or continuous deformations? അതിനുള്ള ഉത്തരമാണ് ആക്ച്വലി ടോപ്പോളജിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ടോപ്പോളജിക്കൽ പ്രോപ്പർട്ടീസ്. And I am defining this as the properties which are invariant under continuous deformations. ഒരു ഒബ്ജക്റ്റിൽ നിന്ന് മറ്റൊരു ഒബ്ജക്റ്റിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഡിഫോം ചെയ്ത് വരുന്ന സമയത്ത് ചേഞ്ച് ചെയ്യാത്ത പ്രോപ്പർട്ടികൾ, അതിനെയാണ് ഞാൻ എന്ത് വിളിക്കുന്നത്, ടോപ്പോളജിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിനൊരു ഉദാഹരണത്തിന് സെയിം തിങ്, ഈ ലൈൻ എടുക്കൂ. ഈ ലൈൻ എന്ന് പറയുന്നത് ഒരു സിംഗിൾ പീസ് ആണ്, അല്ലെ? ഓക്കെ, ദിസ് ഇസ് എ സിംഗിൾ പീസ്. ഇനി ഇതിന്റെ ലെങ്ത് കൂട്ടാം നമുക്ക്, അല്ലെ? സ്ട്രെച്ച് ചെയ്തിട്ട് ഇതിന്റെ ലെങ്ത് എനിക്ക് കൂട്ടാൻ പറ്റും. ഇതിന്റെ ലെങ്ത് കൂട്ടിക്കഴിഞ്ഞാലും ഇതെന്താണ്, ഇറ്റ് റിമൈൻസ് ആസ് എ സിംഗിൾ പീസ്. ഓക്കെ, അപ്പൊ എന്താ, ഈ ഡിഫോമേഷൻ എന്ന് പറയുന്നത് ഈ സിംഗിൾ പീസ് ആയിട്ട് ഇരിക്കുക എന്ന സ്റ്റേറ്റിന് മാറ്റമൊന്നും വരുത്തുന്നില്ല. സോ അതെന്താണ്, ഇറ്റ് ഈസ് എ ടോപ്പോളജിക്കൽ പ്രോപ്പർട്ടി. റൈറ്റ്, അപ്പൊ അങ്ങനെ തന്നെ ഇരിക്കും. ഇനി അതേസമയം നമ്മൾ ഇതെടുക്കൂ, സർക്കിൾ എടുക്കൂ. സർക്കിൾ എനിക്ക് ഡിഫോം ചെയ്തിട്ട് എങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റൂ, ഒരു റെക്റ്റാങ്കിൾ ആയിട്ട് എനിക്ക് കൊണ്ടുവരാൻ പറ്റും. റൈറ്റ്, ഒന്ന് സ്ട്രെച്ച് ചെയ്ത് ഒന്ന് ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്ന് ബെൻഡ് ചെയ്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അതിനെ റെക്റ്റാങ്കിളായി കൊണ്ടുവരാൻ പറ്റും നമ്മൾ പറഞ്ഞു. അവിടെയും എന്താ സംഭവിക്കണേ, സർക്കിൾ എന്ന് പറയുന്നത് അവിടെ ഒരു സിംഗിൾ പീസ് ആയിട്ട് കിടക്കുകയാണ്. അതിനൊന്ന് ചെറിയ ചേഞ്ചുകൾ വരുത്തിയ സമയത്തും എന്ത് സംഭവിക്കുന്നില്ല, സിംഗിൾ പീസ് എന്ന് പറയുന്നതിന് മാറ്റമൊന്നുമില്ല. പക്ഷെ ഇത് അങ്ങനെ തന്നെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, കട്ട് ചെയ്യാനായിട്ട് പാടില്ല. സർക്കിളിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിട്ട് മാറും, വേറൊരു ഒബ്ജക്റ്റ് ആയിട്ട് അത് മാറും, ഒരു ലൈനായിട്ട് അത് മാറും. പക്ഷെ കട്ട് ചെയ്യാത്ത രീതിയിൽ, കട്ട് ചെയ്യാതെയോ ഗ്ലൂ ചെയ്യാതെയോ നമുക്ക് സർക്കിളിനെ എങ്ങോട്ട് മാറ്റാൻ പറ്റും, റെക്റ്റാങ്കിൾ ആയിട്ട് മാറ്റാൻ പറ്റും. അത് രണ്ടും ചെയ്യാത്തെടുത്തോളം കാലം അത് എന്തായിട്ട് റിമൈൻ ചെയ്യും, സിംഗിൾ പീസ് ആയിട്ട് റിമൈൻ ചെയ്യുകയും ചെയ്യും. സോ ദിസ് ഈസ് എ ടോപ്പോളജിക്കൽ പ്രോപ്പർട്ടി വിച്ച് ആർ ഇൻവേരിയന്റ് അണ്ടർ കണ്ടിന്യൂസ് ഡിഫോമേഷൻ. ഓക്കെ, അതേ സമയത്ത് again you can take these examples. ഇതൊരു ബൗണ്ടഡ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആണ്, ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആണ് ഈ സർക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിനെ ഡിഫോം ചെയ്ത് നമുക്ക് കിട്ടുന്ന ഈ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താ, ഇറ്റ് ഈസ് അഗെയിൻ എ ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഒബ്ജക്റ്റ്.
Closed and bounded ആയിരിക്കുക എന്ന് പറയുന്നത് എന്താ? It is a topological property. And we define topology as the study of topological properties. We can define topology as the study of topological properties. Okay. ഇനി അടുത്ത ചോദ്യം, ടോപ്പോളജിക്കൽ പ്രോപ്പർട്ടീസും പറഞ്ഞു, ജോമെട്രിക്കൽ പ്രോപ്പർട്ടീസും പറഞ്ഞു. ഈ രണ്ട് കാര്യങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ടോപ്പോളജിയും ജോമെട്രിയും ഡിഫൈൻ ചെയ്തു. Then what is the difference between this topology and geometry? അപ്പൊ അതാണ് നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞത്. ഒന്നെന്താണ്? ഡിഫോർമേഷൻസിൽ പ്രോപ്പർട്ടീസിൽ ചേഞ്ച് ഉണ്ടാവുന്നില്ല. മറ്റേതിനോ? ഡിഫോർമേഷൻസിൽ പ്രോപ്പർട്ടീസിൽ ചേഞ്ച് ഉണ്ടാവും. This is the difference between the topological properties and the geometrical properties. Right. Now, I will show you an interesting example of the same. ഇത് നോക്കൂ, ഒരു ടീ കപ്പും ഒരു ഡോണറ്റും ആണ്. ഓക്കെ, ഇതൊരു കപ്പാണ്, ഇതൊരു ഡോണറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, ഈ കപ്പിൽ നിന്നും, ഈ ഒരു ടീ കപ്പിൽ നിന്നും എനിക്ക് എങ്ങോട്ട് എത്താൻ പറ്റും? ഈ ഒരു ഡോണറ്റിലേക്ക് എത്താൻ പറ്റും. തിരിച്ചും സാധ്യമാണ്. ഈ ഒരു ഡോണറ്റിൽ നിന്ന് എനിക്ക് അങ്ങോട്ട് എത്താം, ഈ ഒരു ടീ കപ്പിലേക്ക് എനിക്ക് എത്താനായിട്ട് സാധിക്കും. അതെങ്ങനെ സാധിക്കും? ടീ കപ്പ് എടുത്താൽ നിങ്ങൾക്ക് അറിയാലേ, അടിയിലൊരു സോളിഡ് ആയിട്ടുള്ളൊരു ഭാഗമുണ്ട്. സോ ആ സോൾഡ് ആയിട്ടുള്ള ഭാഗത്തിനെ എനിക്ക് എന്ത് ചെയ്യാം? ആ ടീ കപ്പിന്റെ ഓപ്പണന്റിലേക്ക് ഡീഫോം ചെയ്ത് കൊണ്ടുവരാം. ഓക്കെ, അതാണ് ഈ രണ്ടാമത്തെ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. ദിസ് ഫിഗർ. ഓക്കെ, ദിസ് വൺ, ഈ ഒരു ഫിഗറിൽ കാണിച്ചിട്ടുള്ളത് അതാണ്. ആ സോൾഡ് പാർട്ടിനെ നമ്മൾ എന്ത് ചെയ്തു? കണ്ടിന്യൂസ് ആയിട്ട് ഡിഫോം ചെയ്ത് മറ്റൊരു സാധനത്തിലേക്ക് കൊണ്ടുപോകും. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? അങ്ങനെ കിട്ടിയ ഒബ്ജക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യണു? ബെൻഡ് ചെയ്യുന്നു. ഓക്കെ, മൂന്നാമത്തെ ഒബ്ജക്റ്റില് എന്ത് ചെയ്തു? ബെൻഡ് ചെയ്തു. ബെൻഡ് ചെയ്ത് ആ ലെഫ്റ്റിലുള്ള പാർട്ടിന്റെ തിക്നെസ് നമ്മൾ കുറച്ച് കൊണ്ടുവരികയാണ്. അങ്ങനെ കുറച്ച് കൊണ്ടുവരുന്ന സമയത്ത് എനിക്ക് എന്ത് കിട്ടും? ഈ നാലാമത്തെ ഈ ഡോണറ്റ് എനിക്ക് കിട്ടും. ഓക്കെ, സോ ഒരു ടീ കപ്പിൽ നിന്ന് യൂസിങ് കണ്ടിന്യൂസ് ഡിഫോർമേഷൻസ് എനിക്ക് എങ്ങോട്ട് എത്താൻ പറ്റി? ഒരു ഡോണറ്റിലേക്ക് എനിക്ക് എത്താൻ പറ്റി. അപ്പോൾ ഇതിനുള്ള പ്രോപ്പർട്ടികളൊക്കെ ഇതിനും ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ള പ്രോപ്പർട്ടികൾ നമുക്ക് എന്ത് വിളിക്കാം? ഒരു ടോപ്പോളജിക്കൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ് വിളിക്കാം. സോ വി ക്യാൻ ട്രീറ്റ് ദീസ് ടു ഒബ്ജക്ട്സ് ആർ ടോപ്പോളജിക്കലി സെയിം. ജോമെട്രിക്കലി ഇതെന്തല്ല? ഡിഫറെന്റ് ആണ് അല്ലേ? കാരണം എന്താണ്? ഇതിന്റെ ഷേപ്പും സൈസും അല്ല ഇതിന്റെ സൈസും ഷേപ്പും. ഓക്കെ, പക്ഷെ ടോപ്പോളജിക്കലി ഇതെന്താ? ദേ ആർ സെയിം. ഓക്കെ, അതേപോലെയാണ് നമുക്ക് ഇഫ് യു ടേക്ക് എ സ്ട്രോ, ഒരു റബ്ബർ കൊണ്ടുള്ള സ്ട്രോ ഉണ്ടെന്ന് വിചാരിക്കാം. നമുക്ക് സ്ട്രെച്ച് ചെയ്യാനും പറ്റണം, സ്ട്രിങ് ചെയ്യാൻ പറ്റണം. അങ്ങനെയുള്ള സ്ട്രോ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ ആ സ്ട്രോയിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ സ്ട്രിങ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനെ എനിക്ക് എന്താക്കാം? ഒരു ഡോണറ്റ് ആയിട്ട് എനിക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, അതേപോലെ ഈ ഡോണറ്റിനെ നമുക്ക് ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്താക്കി മാറ്റാൻ പറ്റും? എഗെയിൻ ഒരു സ്ട്രോ ആക്കി മാറ്റാൻ പറ്റും. അപ്പൊ നമ്മൾ കണ്ട ഈ കപ്പും ഡോണറ്റും ഈ സ്ട്രോയും വിത്ത് ഹോൾ എന്താണ്? ദേ ആർ സെയിം ഇൻ ദ സെൻസ് ഓഫ് ടോപ്പോളജി. പക്ഷെ ജോമെട്രിക്കലി ഇതെല്ലാം എന്താണ്? ഡിഫറെന്റ് ആയിട്ടുള്ള സാധനമാണ്. ഓക്കെ, സോ ടോപ്പോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ജോമെട്രി, പക്ഷേ എന്താണ്? ഇറ്റ്സ് എ കൈൻഡ് ഓഫ് റബ്ബർ ഷീറ്റ് ജോമെട്രി. ഓക്കെ, ഷ്രിങ്കിങ്ങും സ്ട്രെച്ചിങ്ങും ബെൻഡിങ്ങും ട്വിസ്റ്റിങ്ങും എല്ലാം പോസിബിൾ ആയിട്ടുള്ള കൈൻഡ് ഓഫ് ജോമെട്രി ആണ് എന്ത്? ആക്ച്വലി നമ്മുടെ ടോപ്പോളജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിനെക്കുറിച്ചുള്ള സ്റ്റഡിയാണ് നമ്മൾ വരും ലെക്ചറുകളിൽ ചെയ്യാനായിട്ട് പോകുന്നത്. വി വിൽ സീ what is topology formally and try to define some notions related to topology, and we will study those properties in detail. That is our aim in the following lectures. അപ്പോൾ അതായിരിക്കും നമ്മൾ അടുത്തായിട്ട് ചെയ്യാനായിട്ട് പോകുന്നുണ്ടാവും. ഓക്കെ, താങ്ക് യു.